വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ജസ് ഫീസ്റ്റ്, ഗ്രിഗറി ജെ ഫീസ്റ്റ്, ടോമി ആൻഡ് റോബേർട്സ് എന്ന വ്യക്തികളാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത്. 10th എഡിഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മാക് ഗ്രൗ ഹിൽ എഡ്യൂക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി തിയറീസിനെ കുറിച്ചിട്ടും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുമാണ്. നമുക്ക് ഈ ബുക്കിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിയാലോ. പേഴ്സണാലിറ്റി തിയറിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഒരു ഫൗണ്ടേഷണലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സയൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, തിയറിസ്റ്റിൻ്റെ ബയോഗ്രഫിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ്, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഇതെല്ലാമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. 10th എഡിഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലെ ന്യൂ കോണ്ടൻറ്റും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയിൽ സോഷ്യൽ മീഡിയയുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓവർ ടൈം പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, റിയൽ ഐഡിയൽ സെൽഫ് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ് ആയിട്ടുള്ള ലേണിങ്ങിനും അസസ്മെൻറ്റ്സിനും വേണ്ടിയിട്ട് സ്മാർട്ട് ബുക്ക് ടെക്നോളജിയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓതേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ വ്യക്തിയാണ് ഗ്രിഗറി ജെ ഫീസ്റ്റ് എന്ന് പറയുന്നത്. സാൻ ജോസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് അദ്ദേഹം. ക്രിയേറ്റിവിറ്റി, സൈക്കോളജി ഓഫ് സയൻസ്, സയൻറ്റിഫിക് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് ഇതിലെല്ലാം എക്സ്പേർട്ടാണ് അദ്ദേഹം. മൾട്ടിപ്പിൾ ആയിട്ട് ടീച്ചിങ് അവാർഡ്സും അദ്ദേഹം റിസീവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓതറാണ് ടോമി ആൻഡ് റോബേർട്സ്. അദ്ദേഹം കൊളറാഡോ കോളേജിൽ പ്രൊഫസറാണ്. ഒബ്ജക്റ്റിഫിക്കേഷൻ തിയറി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇത്തരത്തിലുള്ള ടോപ്പിക്കിൽ റിസർച്ച് ചെയ്തതിൽ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. സെക്സിസം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ എക്സ്പേർട്ടായിട്ടുള്ള കൺസൾട്ടൻറ്റും വിറ്റ്നസ്സുമാണ് അദ്ദേഹം. അടുത്ത ഓതറാണ് ജസ് ഫീസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം മാഗ്നസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. പ്രോമിനൻ്റ് ആയിട്ടുള്ള സൈക്കോളജി ടെക്സ്റ്റ് ബുക്കുകളുടെ കോ ഓതറും കൂടിയാണ് ജസ് ഫീസ്റ്റ്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പാർട്ട് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണാലിറ്റി തിയറിയാണ് ഇതിൽ വരുന്നത്. പാർട്ട് 2 ആണ് സൈക്കോ ഡൈനാമിക് തിയറീസ്. ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ്, ആഡ്ലറിൻ്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി, യുങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജി, ക്ലീനിൻ്റെ ഒബ്ജക്റ്റ് റിലേഷൻസ് തിയറി, കാരൻ ഹോണിയുടെ സൈക്കോ അനലിറ്റിക് സോഷ്യൽ തിയറി, എറിക് എറിക്സൻ്റെ പോസ്റ്റ് ഫ്രോയിഡിൻ തിയറി, എറിക് ഫ്രോമിൻ്റെ ഹ്യൂമനിസ്റ്റിക് സൈക്കോ അനാലിസിസ് ഇത്രയുമാണ് പാർട്ട് 2 കവർ ചെയ്യുന്നത്. പാർട്ട് 3 വരുന്നതാണ് ഹ്യൂമനിസ്റ്റിക് ഓർ എക്സിസ്റ്റൻഷ്യൽ തിയറീസ് എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോൻ്റെ ഹോളിസ്റ്റിക് ഡൈനാമിക് തിയറി, കാൾ റോജേഴ്സിൻ്റെ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി, മേയുടെ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ഇത്രയുമാണ് പാർട്ട് 3 വരുന്നത്. പാർട്ട് 4 വരുന്നതാണ് ഡിസ്പൊസിഷണൽ തിയറീസ്. ആൽപോർട്ടിൻ്റെ സൈക്കോളജി ഓഫ് ദി ഇൻഡിവിജ്വൽ, മാക് റേ ആൻഡ് കോസ്റ്റയുടെ 5 ഫാക്ടർ ട്രേറ്റ് തിയറി ഇതെല്ലാമാണ് പാർട്ട് 4 വരുന്നത്. പാർട്ട് 5 വരുന്നതാണ് ബയോളജിക്കൽ ഓർ ഇവല്യൂഷണറി തിയറീസ്. ഐസൻകിൻ്റെ ബയോളജിക്കലി ബേസ്ഡ് ഫാക്ടർ തിയറി, ബസ്സിൻ്റെ ഇവല്യൂഷണറി തിയറി ഓഫ് പേഴ്സണാലിറ്റി ഇതെല്ലാമാണ് പാർട്ട് 5 വരുന്നത്. പാർട്ട് 6 വരുന്നതാണ് ലേണിംഗ് കോഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. സ്കിന്നറിൻ്റെ ബിഹേവിയറൽ അനാലിസിസ്, ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, റോട്ടർ ആൻഡ് മിഷേലിൻ്റെ കോഗ്നിറ്റീവ് സോഷ്യൽ ലേണിംഗ് തിയറി, കെല്ലിയുടെ സൈക്കോളജി ഓഫ് പേഴ്സണൽ കോൺസ്ട്രക്ട്സ് ഇത്രയുമാണ് പാർട്ട് 6 വരുന്നത്. ഇനി ഈ ബുക്കിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സൈക്കോഡൈനാമിക്, ഹ്യൂമനിസ്റ്റിക്, ഡിസ്പെർഷണൽ, ബയോളജിക്കൽ, കോഗ്നിറ്റീവ് തിയറീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് കവറേജ് ഈ ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിയറിറ്റിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്സിനെ റിയൽ ലൈഫ് സിനാരിയോസിൽ നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു എൻഗേജിങ് ഫോമാറ്റാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തിയറിസ്റ്റുകളുടെ ബയോഗ്രഫീസും റിസർച്ചിലെ ഹൈലൈറ്റ്സും പ്രാക്ടിക്കൽ എക്സാമ്പിൾസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ടെക്നോളജിയുടെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടും മോഡേൺ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
പേഴ്സണാലിറ്റി സൈക്കോളജി സ്റ്റുഡൻസിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ക്ലാസിക് അതുപോലെ തന്നെ കൺടെമ്പററി തിയറീസ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അനലൈസ് ചെയ്യാനും ഓവർ ടൈം പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ചസ് അസസ് ചെയ്യാനുള്ള ടൂൾസ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ട്രെങ്തസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വൈഡ് റേഞ്ച് ഓഫ് തിയറീസ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രോയിഡിൻ്റെ കോൺസെപ്റ്റ് മുതൽ മോഡേൺ ആയിട്ടുള്ള കോഗ്നിറ്റീവ് അപ്രോച്ചസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എൻഗേജിങ് ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് ബയോഗ്രഫിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ടോപ്പിക്സ് കുറേ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിടാനായിട്ട് സാധ്യതയുണ്ട്. കൂടുതലായിട്ടും വെസ്റ്റേൺ തിയറീസിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ചില ചാപ്റ്റേഴ്സിന് പ്രയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ നോളജ് റിക്വയർഡ് ആണ്, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇത്രയുമാണ് ഈ ഒരു ബുക്കിൻ്റെ വീക്ക്നെസ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ മറ്റുള്ള ബുക്കിൻ്റെ റിവ്യൂസും അവൈലബിൾ ആണ്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക് യു.